ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ജയിലിൽ അടച്ചപ്പോൾ നൂറുകണക്കിന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ വൃത്തികെട്ട സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കണക്കിന് ഇത് നല്ലതാണ്. കാരണം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അക്രമം കൊണ്ടും അനീതി കൊണ്ടും നിങ്ങളുടെ സർക്കാരിന്റെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്നുള്ള വ്യാമോഹമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ 14 ദിവസക്കാലം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തോ വലിയ കുറ്റവാളിയെ പോലെ, ഭീകരവാദിയെ പോലെ വെളുപ്പിന് 5 മണിക്ക് വീട് വളഞ്ഞ് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നാടകങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകിയത്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു യുവജന നേതാക്കന്മാരോട് ഇതുപോലെയുള്ള ഒരു സമീപനമായിരുന്നില്ല സർക്കാരുകൾ സ്വീകരിച്ചത്. സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സമരങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് നേതാക്കന്മാരെ ഇതുപോലെ ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമീപനവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ കേരളത്തിന്റെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ആയിരുന്നു. മാസപ്പടി കേസിൽ ഇന്നുൾപ്പെടെ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്ന സെൻട്രൽ ഏജൻസികൾ, കമ്പനി രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ വഴിവിട്ട ഇടപാടുകൾ പാരിതോഷികമായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ വീണ വിജയനെ ആയിരുന്നു ആദ്യമായി സർക്കാർ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിച്ചേനെ, നിങ്ങൾ ഒരു നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞേ. അല്ലെങ്കിൽ ചാലക്കുടിയിലും കേരളത്തിൽ നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ കണ്ണൂരിൽ നിന്ന് കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച CPM-ന്റെയും DYFIയുടെയും CPM ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ നടത്തിയ അതിക്രമങ്ങളിൽ പരിക്കുപറ്റി ആശുപത്രികളിൽ കിടക്കുന്ന നിരവധി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട്, KSUവിന്റെ സഹപ്രവർത്തകരുണ്ട്. അവരെ ആക്രമിച്ച ആരെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തു? ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ജീപ്പ് അടിച്ചു തകർത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അസഭ്യവർഷം ചൊരിഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയ CPM-ന്റെ ഏരിയ സെക്രട്ടറി നിങ്ങൾ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് അവരെ ഒന്നുമല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. പിണറായി വിജയനെതിരായി മുദ്രാവാക്യം വിളിക്കുന്ന, ഈ സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന, ഈ സർക്കാരിന്റെ നെറികെട്ട പ്രവർത്തനങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഭയം കൊണ്ടാണ്, പേടി കൊണ്ടാണ്. പിണറായി വിജയനെ ഇങ്ങനെ ഭയക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം 4ഉം 5ഉം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സഹപ്രവർത്തകർ കരിങ്കൊടിയുമായി വന്നപ്പോൾ 2500 പോലീസുകാരുടെ ചുറ്റുവട്ടത്ത് ഒളിച്ചിരുന്ന പിണറായി വിജയനെ ഇനി പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധമായിരിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കേരളത്തിലെ KSUവും സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനെ ഭയമാണ് നയിക്കുന്നതെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനുള്ള മനസ്സാണ് പിണറായി വിജയൻ കാണിക്കേണ്ടത്. അല്ലാതെ പോലീസുകാരെ ഉപയോഗപ്പെടുത്തി, കാക്കിയിട്ടോന്മാരെ ഉപയോഗപ്പെടുത്തി ഈ സമരത്തെ തല്ലി തകർത്ത്, തച്ചു തകർത്ത് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മേൽ കുതിര കയറാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലീസുകാരെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇരട്ടിയായി തിരിച്ചടിക്കാനുള്ള കണക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനുണ്ട്. നിങ്ങൾ മറക്കരുത്. ആ പണി ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ശമ്പളം തരുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്നോ ലെനിൻ സെന്ററിൽ നിന്നോ അല്ല നിങ്ങൾക്ക് മാസാമാസം ശമ്പളം കിട്ടുന്നത്. നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൊടുക്കുന്ന അതേ സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേസെടുത്ത് ആളുകളെ ഭയപ്പെടുത്തിയും തുറങ്കല്ലടച്ചും മുന്നോട്ട് പോകാനാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെരുവിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.